ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് ന്യൂ ഇയർ റെസൊല്യൂഷൻസ് നിങ്ങളുമായി പങ്കുവയ്ക്കാനാണ്. 2025 പുതിയ വർഷം. അത് എങ്ങനെ തുടങ്ങാം, എങ്ങനെ പുതിയ തീരുമാനങ്ങൾ എടുക്കാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം PSC പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ ഒരു പുതിയ വർഷത്തിൽ ഒരുപാട് പരീക്ഷകൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. പരീക്ഷകളും ഇൻ്റർവ്യൂകളും ഒക്കെയായി നല്ലൊരു ജീവിതം, നല്ലൊരു ജോലി നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നൊരു വർഷമാകണം 2025. അതിനുവേണ്ടി നമുക്ക് ചില തീരുമാനങ്ങളും ചില പ്രിപ്പറേഷൻസും ചില പ്ലാനിങ്ങുകളും നടത്തി വെച്ചാൽ നമുക്ക് ആ ഒരു 2025 എന്ന വർഷത്തെ മുഴുവനായും ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കും. അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ചില ട്രിക്സ് ആൻഡ് ടിപ്സൊക്കെ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രയോഗിച്ച് എനിക്ക് വിജയം കണ്ടെത്തിയ പല കാര്യങ്ങളുമാണ് ഞാൻ ഇതിലൂടെ ഷെയർ ചെയ്യുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പലരും PSC പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾ പലരും വീട്ടമ്മമാരാണ്. മക്കളുടെ കാര്യങ്ങളും ഹസ്ബൻഡിൻ്റെ കാര്യങ്ങളും വീട്ടിലെ കാര്യങ്ങളും ഒക്കെ നോക്കിയിട്ട് വേണം നമുക്ക് പഠിക്കാനിരിക്കാനൊക്കെ. അപ്പോൾ പലപ്പോഴും നമുക്ക് പല ബുദ്ധിമുട്ടുകൾ നേരിടാറുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ചെയ്യണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. അതായത് വീട്ടിലെ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ ചെയ്യണം, ബാക്കി സമയം കൊണ്ട് പഠിച്ചൊരു ജോലി നേടണം. പക്ഷേ ഇതൊന്നും നമ്മളെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് പറ്റുന്ന ഏറ്റവും വലിയൊരു സങ്കടം. അതായത് പഠിച്ചു എന്ന് ചോദിച്ചാൽ പഠിച്ചിട്ടില്ല, ജോലികൾ വീട്ടിലെ മര്യാദയ്ക്ക് ചെയ്തു എന്ന് ചോദിച്ചാൽ വീട്ടിലെ ജോലികളൊന്നും ഫുൾ സാറ്റിസ്ഫാക്ഷനോട് കൂടി ചെയ്യാൻ നമുക്ക് സാധിക്കുന്നില്ല. നമ്മൾ കാലത്ത് തൊട്ട് വൈകുന്നേരം വരെ നമുക്ക് പണിയാണ്. എന്നാൽ വൈകുന്നേരം ആകുമ്പോൾ നോക്കിയാൽ അങ്ങനെ കാര്യമായിട്ടുള്ള പണികളൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. നമുക്കൊന്നിനും സമയം കിട്ടുന്നില്ല. എന്ത് ചെയ്യുമെന്ന് നമുക്ക് അറിയുന്നില്ല. പലരോടും നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ടാവും, ഇത് നിങ്ങളൊക്കെ എന്താ ചെയ്യുന്നത്, എനിക്ക് ഒട്ടും സമയം കിട്ടുന്നില്ലല്ലോ. പക്ഷേ പൂർണ്ണമായിട്ടുള്ളൊരു സൊല്യൂഷൻ എവിടെ നിന്നും നമുക്ക് ലഭിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെ ഒരു അവസ്ഥയിലൂടെയാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരം ചെയ്യും. കാരണം ഞാൻ അങ്ങനെയുള്ള ഒരു അവസ്ഥയിലൂടെ കുറച്ച് നാളുകൾ കടന്നു പോവുകയും പിന്നീട് അതിൻ്റെ പരിഹാരം സ്വയം കണ്ടെത്തി നല്ല വഴിക്ക് വരാനായിട്ട് സാധിക്കുകയും ചെയ്തു. അപ്പം അത് നിങ്ങളുമായി ഞാൻ ഷെയർ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. പ്ലാനിങ് മേക്ക് എ മാൻ പെർഫെക്റ്റ്. ഞാൻ എൻ്റെ പ്ലാനിങ് ബുക്കിൻ്റെ മുകളിലും എൻ്റെ ഡയറിയുടെ ഫ്രണ്ട് പേജിലും ഒക്കെ എഴുതി വെച്ചിട്ടുള്ളൊരു സെൻറ്റൻസാണിത്. പ്ലാനിങ് മേക്ക് എ മാൻ പെർഫെക്റ്റ്. ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ ഒരു സെൻറ്റൻസ് എഴുതി വയ്ക്കുമ്പോൾ തന്നെ എനിക്കൊരു പോസിറ്റീവ് എനർജിയാണ് ഉണ്ടാവാറുള്ളത്. ഒരു പ്ലാനിങ് ചെയ്യാനുള്ള ഒരു എനർജി എനിക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ഒരുപാട് പ്ലാനിങ്ങുകൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യാറുണ്ടല്ലേ. നമ്മൾ മനസ്സിൽ കണക്ക് കൂട്ടാറുണ്ട്. പലതും നമുക്ക് പ്രാവർത്തികമാക്കാൻ സാധിക്കാറില്ല. പക്ഷെ നമുക്ക് എല്ലാവർക്കും സ്വന്തമായിട്ട് ഒരു പ്ലാനിങ് ബുക്ക് ഉണ്ടായിരിക്കണം. പലരും ഇപ്പോൾ 2025 വരാൻ പോകുന്ന സ്ഥിതിക്ക് നമുക്ക് 2025 ഒരു ഡയറി തന്നെ നമുക്ക് എടുക്കാവുന്നതാണ്. ഒരു 2025 ഡയറി മേടിക്കാം. ആ ഡയറിയുടെ ഫസ്റ്റ് പേജിൽ നമ്മളുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ എഴുതാനുള്ളൊരു ഡയറി ആയിരിക്കണം. നമ്മുടെ പ്ലാനിങ്ങുകളും ഒക്കെ എഴുതി വയ്ക്കാൻ പറ്റുന്ന ഒരു ഡയറി. ഇനി ഡയറി ഇല്ലെങ്കിൽ നമുക്കൊരു പുസ്തകം ആയാലും മതി. ഓക്കെ. പിന്നെ അതിലെന്തൊക്കെയാണ് നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്യേണ്ടത്, ലിസ്റ്റ് ഔട്ട് ദ തിങ്സ്, എന്തൊക്കെ തിങ്സ് നമുക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്യാം. അതായത് ആ ഡയറിയിൽ നമ്മൾ എഴുതി വെക്കേണ്ട കാര്യങ്ങൾ, നമ്മുടെ എയിംസ്, നമ്മുടെ ഡ്രീംസ്, അതുപോലെ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യങ്ങൾ, അതുപോലെ നമ്മളുടെ സെൽഫ് ലവ്, അതായത് നമുക്ക് സ്വയം നമ്മളെ തന്നെ നമ്മൾ സ്നേഹിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. എയിംസ് ഡ്രീംസൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. അതായത് നമ്മുടെ ലക്ഷ്യങ്ങൾ. ഇപ്പോൾ ലക്ഷ്യങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കതിൽ ഇപ്പോൾ PSCക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നമ്മൾ ഏത് എക്സാമിന് വേണ്ടിയാണോ പഠിക്കുന്നത് ആ എക്സാം നമുക്ക് ജയിക്കുക എന്നുള്ളതായിരിക്കും നമ്മുടെ എയിം എന്ന് പറയുന്നത്. ആ ലക്ഷ്യം നമുക്ക് കൃത്യമായി എഴുതി വയ്ക്കാം. ഡ്രീംസ് എന്ന് പറയുമ്പോൾ ആ ഒരു ജോലി നേടിയതിന് ശേഷം നമ്മൾ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ഇപ്പോൾ ടൂറ് പോവുക, ഒരു വേൾഡ് ട്രിപ്പ് പോവുക, അല്ലെങ്കിൽ ഒരു കാറ് മേടിക്കുക, ഒരു വീട് സ്വന്തമാക്കുക, അങ്ങനത്തെ കുറേ ഡ്രീംസ് ഉണ്ടാവും നമുക്ക്. ബട്ട് ഡ്രീംസ് എന്ന പേരിൽ അതൊക്കെ നമുക്ക് എഴുതി വയ്ക്കാം. പിന്നെ വേറൊരു കാര്യം, നമ്മൾ ഈ എഴുതി വയ്ക്കുന്നത് നമ്മുടെ പുസ്തകത്തിലാണ്. മറ്റുള്ളവർക്ക് അത് കാണിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എഴുതുന്ന പുസ്തകത്തിൽ നമ്മുടെ ലക്ഷ്യങ്ങൾക്കും നമ്മുടെ എയിംസിനൊന്നും ഒരു പരിധിയും നമ്മൾ നിശ്ചയിക്കേണ്ട കാര്യമില്ല.
നമ്മൾക്ക് എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ടോ അതൊക്കെ നമുക്ക് എഴുതി വയ്ക്കാം. അത് എഴുതി വയ്ക്കുന്ന സമയത്ത് ഇതെനിക്ക് ചെയ്യാൻ പറ്റുമോ എന്നൊന്ന് ചിന്തിക്കുക പോലും ചെയ്യരുത്. നമ്മൾ കേട്ടിട്ടുണ്ടാവും പലരും പറയുന്നത് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന ഒരു വേർഡ്. അതായത് നമ്മൾ ഈ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മനസ്സിൽ ഒരുപാട് ആഗ്രഹിച്ചാൽ ആ കാര്യങ്ങൾ നമ്മളിലേക്ക് നമ്മളറിയാതെ വന്നു ചേരും എന്ന് പറയാറുണ്ട് എല്ലാവരും. പക്ഷേ ഇത് സത്യമാണ് എന്ന് എൻ്റെ ജീവിതത്തിലൂടെ ഞാൻ തെളിയിച്ചതാണ്. ഞാൻ എൻ്റെ ഡയറിയിൽ ഒരുപാട് സ്വപ്നങ്ങൾ ഇതേപോലെ എഴുതി വച്ചിട്ടുണ്ടായിരുന്നു. വീട്, സ്വന്തമായിട്ടൊരു വണ്ടി, ഒരുപാട് കാര്യങ്ങൾ. അപ്പം അതെല്ലാം ഓരോ പ്രാവശ്യവും ഓരോന്ന് പൂർത്തീകരിക്കുമ്പോൾ ഞാൻ ടിക്കിട്ട് പോകുമായിരുന്നു. അങ്ങനെ ടിക്കിട്ട് പോകുമ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട്, ഇതൊന്നും ഞാനിത് എഴുതി വയ്ക്കുന്ന സമയത്ത് ഇതൊന്നും എനിക്ക് സ്വന്തമാക്കാൻ ഉള്ള ഒരു സാഹചര്യങ്ങളും ഇല്ലായിരുന്നു. പക്ഷേ ആ സാഹചര്യങ്ങളൊക്കെ പിന്നീട് വന്നു ചേരുകയും എനിക്കതൊക്കെ സ്വന്തമാക്കാൻ കഴിയുകയും ചെയ്തു. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡയറിയിൽ എഴുതി വയ്ക്കുന്ന നിങ്ങളുടെ എയിംസ്, നിങ്ങളുടെ ഡ്രീംസ്, അതിനൊന്നും ഒരു പരിധിയുമില്ല. അതൊക്കെ എങ്ങനെ പ്രാക്ടിക്കലാവുമെന്ന് ചിന്തിക്കുകയേ വേണ്ട. അതൊക്കെ നിങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്ത് വെക്കുക. ഇപ്പോൾ 2025 ഒരു ഡയറി നിങ്ങളെടുത്തിട്ട്, അല്ലെങ്കിൽ നിങ്ങളൊരു നോട്ട് പുസ്തകം എടുത്തിട്ട് അതിൽ ഡേറ്റ് ഇട്ട് ആ ഡേറ്റിൽ നിങ്ങൾ എയിംസ് ലിസ്റ്റ് ഔട്ട് ചെയ്യുക. ഒരു പേജ് നിറയെ നിങ്ങൾ എയിംസ് എഴുതിക്കോളൂ, നോ പ്രോബ്ലം. അതുപോലെ ഡ്രീംസ്, നിങ്ങൾക്ക് എത്ര പേജ് എഴുതാൻ പറ്റുന്ന അത്രയും എഴുതിക്കോളൂ. നിങ്ങളുടെ ഡ്രീംസ് നമ്പർ ഇട്ടിട്ട് എഴുതണം കേട്ടോ. അതിലാദ്യം ഇന്നതാവണം, പിന്നീട് ഇന്നതാവണം എന്നൊന്നും ആലോചിക്കേണ്ട. നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നതെല്ലാം എഴുതി വയ്ക്കാം. ഓക്കെ. അതുപോലെ അൺഅവോയ്ഡബിൾ തിങ്സ് നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്യണം. അൺഅവോയ്ഡബിൾ തിങ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒഴിച്ചുകൂടാനാവാത്ത കാര്യങ്ങൾ, അതായത് നമ്മുടെ വീട്ടിലെ ജോലികൾ, വീട്ടിലെ കുക്കിങ്, വാഷിങ്, ക്ലീനിങ്, കുട്ടികളെ നോക്കുന്ന കാര്യം, ഹസ്ബൻഡിൻ്റെ കാര്യം, അങ്ങനത്തെ എല്ലാ അൺഅവോയ്ഡബിൾ തിങ്സ്. നമ്മളൊരു വീട്ടിൽ ഒരു ദിവസം ചെയ്യുന്ന എല്ലാ ജോലികളും നമുക്ക് അൺഅവോയ്ഡബിൾ തിങ്സാണ്, നമുക്കത് ഒഴിവാക്കാൻ പറ്റില്ല. അങ്ങനത്തെ കാര്യങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്യാം. അടുത്തത് നമ്മുടെ പുസ്തകത്തിൽ നമ്മൾ എഴുതി വെക്കേണ്ടത് സെൽഫ് ലവ്, അതായത് നമ്മുടെ സന്തോഷത്തിന് വേണ്ടി, നമ്മുടെ സ്വന്തം സന്തോഷത്തിന് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. അതായത് നമുക്കിപ്പോൾ നമ്മുടെ ഹെൽത്ത് കെയർ, ബ്യൂട്ടി കെയർ, ഇതൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഒരു മാസത്തിലൊരിക്കൽ നമുക്ക് ഹെന്ന ചെയ്യാം, ബ്യൂട്ടി പാർലറിൽ പോയി ചെയ്യാം, അല്ലെങ്കിൽ വീട്ടിൽ ചെയ്യാം. അല്ലെങ്കിൽ ആഴ്ചയിൽ ഇന്ന ദിവസം, എല്ലാ ആഴ്ചയും ഇന്ന ദിവസം ഞാൻ ഫേസ് പാക്ക് വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്ത ഫേസ് പാക്ക് യൂസ് ചെയ്യും. എല്ലാ ദിവസവും ഞാൻ എന്താ പറയുക, ഇന്ന സംഭവം എൻ്റെ ഹെൽത്തിന് വേണ്ടി, അല്ലെങ്കിൽ എൻ്റെ ബ്യൂട്ടിക്ക് വേണ്ടി, എൻ്റെ സൗന്ദര്യത്തിന് വേണ്ടി ഞാൻ ചെയ്യും. എൻ്റെ സന്തോഷത്തിന് വേണ്ടി ഞാൻ എല്ലാ ദിവസവും ഒരു പുസ്തകം കുറച്ച് പേജെങ്കിലും വായിക്കും എന്നൊക്കെ നമുക്ക് എഴുതി വയ്ക്കാം. ഈ എഴുതി വയ്ക്കുന്നത് സെൽഫ് ലവ് ആണ്, നമ്മുടെ സ്വന്തം സന്തോഷത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ. ഓക്കെ. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഡയറി റൈറ്റിംഗ് ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്യണം. എന്നിട്ട് നമുക്ക് പിന്നെ ഡയറി റൈറ്റിംഗ് ആരംഭിക്കാം. ഡയറി റൈറ്റിംഗ് എന്ന് പറയുമ്പോൾ ഓരോ ദിവസവും, എല്ലാ ദിവസവും നമ്മൾ ഡയറി എഴുതുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മളുടെ ജീവിതത്തിൽ 24 മണിക്കൂറാണ് എല്ലാവർക്കും ഉള്ളത്. നമുക്ക് ഈ സമയം തികയുന്നില്ല എന്നുള്ളതാണല്ലോ ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ ഡയറി റൈറ്റിംഗ് ചെയ്യുമ്പോൾ നമ്മൾ അന്നത്തെ ദിവസം നമ്മൾ എന്തൊക്കെ ചെയ്തു എന്നുള്ള കാര്യങ്ങൾ നമ്മൾ എഴുതും. ഇപ്പോൾ കാലത്ത് എഴുന്നേൽക്കുമ്പോൾ തൊട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ സെൻറ്റൻസായിട്ട് എഴുതി എസ്സേ പോലെയൊന്നും എഴുതി വെക്കണമെന്ന് നിർബന്ധമില്ല, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷേ നമ്മൾ എന്തൊക്കെ ഇന്ന് കാര്യമായിട്ട് ചെയ്തു, എല്ലാ ദിവസവും എഴുന്നേൽക്കുന്നു, പല്ല് തേക്കുന്നു, അങ്ങനത്തെ കാര്യങ്ങളൊന്നും എഴുതണ്ട. പക്ഷേ നമ്മൾ ഇന്ന് പ്രത്യേകമായിട്ട് എന്തെങ്കിലും ചെയ്തോ, എങ്ങനെയൊക്കെയാണ് ഇന്ന് നമ്മൾ സമയം ചിലവഴിച്ചത്, അതൊക്കെ ചെറിയ രീതിയിലൊന്ന് എഴുതി വയ്ക്കാം. അങ്ങനെ എഴുതി വയ്ക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ എത്ര സമയം വെറുതെ കളഞ്ഞു, അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്തില്ലല്ലോ എന്നുള്ള ചെറിയ സങ്കടമൊക്കെ നമുക്ക് വരും. അങ്ങനെ വന്നാൽ പിറ്റേ ദിവസം നമ്മൾ കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പ്ലാനിങ് ചെയ്യും. ഓക്കെ. അത് നമ്മളുടെ ജീവിതത്തിൽ ഒരുപാട് യൂസ്ഫുള്ളായിരിക്കും. അടുത്തത് പ്ലാനിങ് ആണ്. നമ്മളിപ്പോൾ പറഞ്ഞല്ലോ, നമ്മൾ ഒരു ദിവസം ഡയറി എഴുതുമ്പോൾ നമ്മൾ ആ ദിവസം യൂസ്ഫുള്ളായില്ലെങ്കിൽ അടുത്ത ദിവസത്തേക്ക് കുറച്ചും കൂടി ബെറ്ററാക്കാൻ നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അവിടെയാണ് നമ്മുടെ പ്ലാനിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് ഇരിക്കുന്നത്. അപ്പം എങ്ങനെയാണ് നമുക്ക് പ്ലാനിങ് ചെയ്യാൻ പറ്റുക? നമുക്ക് പ്ലാനിങ് 2 തരത്തിലാണ് PSC പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ചെയ്യേണ്ടത്. ഒന്ന് നമ്മുടെ സ്റ്റഡീസിന് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനിങ്,
പിന്നെ ഒന്ന് നമ്മളുടെ ഹൗസ് ഹോൾഡ് തിങ്സ്, നമ്മൾ വീട്ടു ജോലികളും വീട്ടിലെ അൺഅവോയ്ഡബിൾ തിങ്സും ഒക്കെ ഉണ്ടല്ലോ, നമ്മൾ നേരത്തെ ലിസ്റ്റ് ഔട്ട് ചെയ്തത്, ആ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയുള്ള പ്ലാനിങ്. ഇത് രണ്ടും നമുക്ക് വേണം. ഓക്കെ, എങ്കിലാണ് നമ്മുടെ ജീവിതം സ്മൂത്തായിട്ട് മുന്നോട്ട് പോവുള്ളൂ. അപ്പം നമ്മൾ ഇനി പറയുന്ന നമ്മളുടെ വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണണം. നമ്മളിതിൽ എങ്ങനെയാണ് പ്ലാനിങ് ചെയ്യേണ്ടതെന്നൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട് കേട്ടോ, വീട്ടുജോലികളടക്കം. ഓക്കെ, അപ്പോൾ അങ്ങനെ 2 തരത്തിലുള്ള പ്ലാനിങ് നമുക്ക് അത്യാവശ്യമുണ്ട്. ഇനി പ്രയോറിറ്റി വേണം. അതായത് നമ്മൾ നേരത്തെ എഴുതി വെച്ച നമ്മുടെ ഡ്രീംസും നമ്മുടെ എയിംസൊക്കെ നമ്മൾ വെറുതെ ഇങ്ങനെ നമ്പറിട്ട് എഴുതി പോയതല്ലേ, അതിനെ നമ്മളൊന്ന് പ്രയോറിറ്റൈസ് ചെയ്യണം. അതായത് ഏതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. എന്നിട്ട് അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്നുള്ളത് 1 ഇട്ടിട്ട് എഴുതുക. ഓക്കെ, അതിൻ്റെ അടുത്തത് 2, 3, 4 അങ്ങനെ നമ്മൾ നമ്പർ ഇട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് ഏറ്റവും വേഗം നമുക്ക് കിട്ടേണ്ട എയിം എന്താണ് എന്നുള്ളത് നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യാം. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമുക്ക് PSC ഒരു എന്താ പറയുക, ഒരാൾക്ക് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ആവാനാണ് ഇഷ്ടമെന്ന് വിചാരിക്കുക. അപ്പോൾ അയാൾ അതിന് വേണ്ടിയിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ആ എക്സാം മാത്രമല്ലല്ലോ, അതിന് മുന്നേ വരുന്ന എക്സാംസൊക്കെ എഴുതുമല്ലോ. അപ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്നതാണ് അയാളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എയിം. പക്ഷേ അതിന് മുന്നേ വരുന്ന പരീക്ഷ ചിലപ്പോൾ LDC എക്സാം ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഏറ്റവും ആദ്യം അയാൾക്ക് ക്ലിയർ ചെയ്യേണ്ടത് ഏറ്റവും ആദ്യം വരുന്ന ഈ പരീക്ഷയാണല്ലോ. അപ്പോൾ LDC ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് അയാളുടെ ആദ്യത്തെ ഒരു കടമ്പ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ 1 ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതിനു വേണ്ടി ഏറ്റവും ആദ്യം അയാൾക്ക് പ്ലാൻ ചെയ്ത് പഠിക്കാനായിട്ട് സാധിക്കും. അതുപോലെ നമ്മുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങൾക്കും പ്രയോറിറ്റി നിശ്ചയിക്കാം. ഇപ്പോൾ വീട്ടുജോലികളാണെങ്കിലും നമുക്ക് പ്രയോറിറ്റി നിശ്ചയിക്കാം. എല്ലാ ദിവസവും ചെയ്യേണ്ട കാര്യങ്ങൾക്ക് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കാം. ആഴ്ചയിൽ ഒരിക്കൽ ചെയ്യേണ്ട കാര്യങ്ങൾ അങ്ങനെയൊക്കെ മാറ്റി മാറ്റി നമുക്ക് പ്ലാൻ ചെയ്യാം. അങ്ങനെ നമ്മൾ ഒരാഴ്ചയിലേക്ക് വേണ്ട കാര്യങ്ങൾ അങ്ങനെ പ്ലാൻ ചെയ്ത് അവസാനം ഒരു ദിവസത്തേക്ക് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്ന് നമ്മൾ എഴുതി വെക്കുന്നതിനെയാണ് നമ്മൾ ടു ഡു ലിസ്റ്റ് എന്ന് പറയുക. അപ്പോൾ ഇന്ന് വൈകുന്നേരം ഞാനിരുന്ന് ഡയറി എഴുതുവാണെങ്കിൽ നാളത്തേക്ക് എന്തൊക്കെ ചെയ്യണം എന്നുള്ള ഒരു ടു ഡു ലിസ്റ്റ് അതിൻ്റെ ലാസ്റ്റ് ഞാനൊന്ന് എഴുതി വയ്ക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നമ്മൾ ആലോചിക്കും നാളെ എന്തൊക്കെയാണ് പ്രത്യേകമായിട്ട് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ അതൊരു ടു ഡു ലിസ്റ്റ് ആക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മളുടെ ഓർമ്മയിൽ നിന്ന് വിട്ടു പോകാതെ നമുക്ക് ചെയ്തു തീർക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അല്ലേ, നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ നമുക്ക് 2 തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പ്ലാൻ ചെയ്യണം. ഒന്ന് സ്റ്റഡീസിന് വേണ്ടിയിട്ട്, നമ്മൾ PSC പഠിക്കുമ്പോൾ PSC പഠനത്തിന് വേണ്ടി ഒരു ടൈം ടേബിൾ നമ്മൾ പ്ലാൻ ചെയ്യണം. അതുപോലെ ഒരു ഹൗസ് ഹോൾഡ് തിങ്സ്, നമ്മളുടെ വീട്ട് ജോലികൾക്ക് വേണ്ടിയിട്ട് അതൊക്കെ കൃത്യമായിട്ട് പെട്ടെന്ന് ചെയ്തു തീർക്കാൻ വേണ്ടിയിട്ട് ഒരു ടൈം ടേബിൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഈ ടൈം ടേബിൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? നമുക്ക് പഠിക്കുക എന്ന് പറയുന്നത് PSC ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. വീട്ടുജോലികളേക്കാൾ ഇമ്പോർട്ടൻ്റ് തന്നെയാണ് പഠിക്കുക എന്ന് പറയുമ്പോൾ. അതായത് PSC ജോലി നേടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ വീട്ടുജോലികളെക്കാളും ഇമ്പോർട്ടൻ്റ് പഠനത്തിന് തന്നെയാണ്. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ആദ്യം നിശ്ചയിക്കേണ്ടത് എത്ര കുറഞ്ഞ സമയം കൊണ്ട് വീട്ടുജോലികൾ കംപ്ലീറ്റ് ചെയ്യാം എന്നുള്ളതാണ്. ബാക്കി മുഴുവൻ സമയവും പഠനത്തിന് വേണ്ടി ചിലവഴിക്കണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് രാവിലെ തുടങ്ങി രാത്രി നമ്മൾ ഉറങ്ങാൻ കിടക്കുന്ന സമയം വരെ എത്ര മണിക്കൂറുണ്ടെന്ന് നമുക്കറിയാലോ. അത് ആദ്യം നിങ്ങൾ കണക്ക് കൂട്ടാം. ഇപ്പോൾ രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കുന്ന ഒരാൾ രാത്രി 10 മണിക്കാണ് കിടക്കുന്നതെങ്കിൽ എത്ര മണിക്കൂർ സമയമുണ്ട് എന്ന് ആദ്യം കണക്ക് കൂട്ടാം. 17 മണിക്കൂറാണ് ഏകദേശം ഉണ്ടാവുക. ഈ 17 മണിക്കൂർ ഞാൻ ഒരു എക്സാമ്പിളാട്ടോ പറയുന്നത്, നിങ്ങളുടെ സമയം ഇതിൽ നിന്ന് വ്യത്യസ്തമായിരിക്കാം. ഒരു 17 മണിക്കൂർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങളുടെ വീട്ടുജോലികൾ തീർക്കാൻ എത്ര സമയം നിങ്ങൾക്ക് വേണ്ടി വരുന്നു എന്ന് ഈ ദിവസങ്ങളിൽ നിങ്ങളൊന്ന് നോക്കി നോക്കാം.
ഓക്കെ, എത്രയും സ്പീഡിൽ ചെയ്ത് നോക്കി നോക്കാം. ഓക്കെ, അപ്പോൾ വീട്ടിൽ നമുക്ക് ചെയ്യേണ്ട ജോലികൾ നിങ്ങളൊന്ന് എഴുതി വയ്ക്കുക. അതായത് കുക്കിംഗ് ഉണ്ട്, ക്ലീനിങ് ഉണ്ട്, വാഷിംഗ് ഉണ്ട്, കുട്ടികളെ പഠിപ്പിക്കുന്ന സമയമുണ്ട്, പ്രയറിൻ്റെ സമയം ഉണ്ടാവും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്യുക. ഇതിനൊക്കെ ഏകദേശം എത്ര സമയം വേണം എന്ന് നിങ്ങളൊന്ന് എഴുതി വയ്ക്കുക. ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി അറിയാത്തവരുണ്ടെങ്കിൽ എന്നും ചെയ്യുമ്പോൾ ആ സമയം ഒന്ന് നോക്കുക ക്ലോക്കിൽ, എന്നിട്ട് അതൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമുക്കറിയാൻ പറ്റും എത്രയും സ്പീഡിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ എത്ര സമയത്തിന് വേണം. അപ്പോൾ ഈ 17 മണിക്കൂറിൽ നിന്ന് ആ സമയം നിങ്ങൾ കുറയ്ക്കാം. ഓക്കെ, അതുപോലെ നമ്മളുടെ കുളിക്കാനുള്ള സമയം, പല്ല് തേക്കാനുള്ള സമയം ഒക്കെ നിങ്ങൾ കണക്ക് കൂട്ടണം കേട്ടോ. ഇതെല്ലാം കുറച്ച് കഴിഞ്ഞാൽ ബാക്കി എല്ലാ സമയവും നമുക്ക് പഠിക്കാൻ വേണ്ടതാണ്. എത്ര മണിക്കൂർ നമുക്ക് കിട്ടുമോ അത്രയും മണിക്കൂർ പഠിക്കാനുള്ളതാണ്. ഇനി ആ മണിക്കൂറുകൾ ഏതൊക്കെ സമയങ്ങളിലാണ് നമുക്ക് കിട്ടുക എന്നുള്ളത് നമ്മൾ പിന്നീട് എഴുതി വെക്കണം. ഓക്കെ, കാലത്ത് ഇത്ര മണി ഇത്ര മണി വരെ നമുക്ക് കുറച്ച് നേരം കിട്ടും, പിന്നെ ഉച്ചയ്ക്ക് കിട്ടും, പിന്നെ വൈകിട്ട് കിട്ടും. ഇനി ജോലിക്ക് പോകുന്ന ആളുകളാണെങ്കിൽ അവർക്ക് രാവിലെയും വൈകിട്ടും മാത്രമേ കുറച്ച് സമയം കിട്ടുക. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാൻ പറ്റണം. അങ്ങനെ പ്ലാനിങ് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം നോക്കേണ്ടത്, നമുക്ക് ഡയറിയിൽ നമ്മൾ ഒരുപാട് സ്വപ്നങ്ങളും എയിംസൊക്കെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ആദ്യം നിങ്ങളതിൽ പ്ലാൻ ഫോർ ഇയർ, ഒരു വർഷം കൊണ്ട് നമുക്ക് ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ടാവും. അതിൽ ഈ വർഷം കൊണ്ട് ഞാൻ ഇന്ന കാര്യങ്ങളെല്ലാം ചെയ്തു തീർക്കണം എന്ന് പറഞ്ഞ് ഒരു ലിസ്റ്റ് തയ്യാറാക്കണം. ഇനി എ മന്ത്, ഒരു മാസത്തേക്കുള്ള കാര്യങ്ങൾ. കാരണം ചിലപ്പോൾ അടുത്ത മാസമായിരിക്കും ഒരു എക്സാം വരുന്നത്. അപ്പോൾ ആ മാസം കൊണ്ട് ഇന്ന ടോപ്പിക്സ് മുഴുവൻ ഞാൻ പഠിച്ചു തീർക്കണം എന്ന് പറയുന്ന ഒരു ടൈം ടേബിൾ പ്ലാനിങ്. അതുപോലെ ഒരു വീക്കിലേക്ക്, ഇപ്പോൾ നമ്മൾ മീൽ പ്ലാനിങ് ഒക്കെ വീട്ടുജോലികൾക്കും നമ്മൾ പ്ലാനിങ് ചെയ്യണമല്ലോ. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ മീൽ പ്ലാനിങ്, ഒരു ദിവസം ഉച്ചയ്ക്ക് എന്ത് കറി വയ്ക്കണം, രാവിലെ എന്ത് ബ്രേക്ക്ഫാസ്റ്റ് വയ്ക്കണം എന്നുള്ളത് നമ്മൾ തലേദിവസം ആലോചിക്കുന്നതിന് പകരം ഒരാഴ്ചത്തിലേക്കുള്ളത് മുഴുവനും പ്ലാൻ ചെയ്ത് വയ്ക്കുക. എന്നിട്ട് പച്ചക്കറികളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരാഴ്ചത്തേക്കുള്ളത് പറ്റുകയാണെങ്കിൽ കട്ട് ചെയ്തിട്ടൊക്കെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. അപ്പോൾ നമുക്കത് പെട്ടെന്ന് അന്നത്തെ ദിവസം കറി വയ്ക്കാനൊക്കെ എളുപ്പമായിരിക്കും. അപ്പോൾ ഒരാഴ്ചത്തേക്കുള്ള പ്ലാനിങ്, മെയിൽ പ്ലാനിങ് ഒക്കെ ചെയ്തു വയ്ക്കുന്നത് നല്ലതായിരിക്കും. ഇനി ഒരു ഡേയിലേക്ക് നമുക്ക് പ്ലാനിങ് ആവശ്യമാണ്. ഇപ്പോൾ നമ്മൾ ഒരു മാസം കൊണ്ട് ഇത്ര ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്യണമെന്ന് നമ്മൾ PSCയുടെ ഇത്ര ടോപ്പിക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുകയാണെങ്കിൽ അതിനെ ഡിവൈഡ് ചെയ്ത് ഒരു മാസം കൊണ്ട് ഇത്രയും കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഒരാഴ്ച കൊണ്ട് ഇത്രയും കംപ്ലീറ്റ് ചെയ്യണം. ഒരാഴ്ച കൊണ്ട് ഇത്ര കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ അതിനെ വീണ്ടും ഡിവൈഡ് ചെയ്ത് ഒരു ദിവസം കൊണ്ട് ഇത്ര പേജ് വെച്ച് തീർക്കണം എന്നൊരു പ്ലാനിങ് നമുക്കുണ്ടെങ്കിൽ കൃത്യമായിട്ട് അതേപോലെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്കൊരു പ്രശ്നമുണ്ട്, നമ്മളെന്ത് ചെയ്യും, വാരി വലിച്ച് പഠിക്കാൻ ശ്രമിക്കും. കുറേ അത് പഠിക്കും, കുറേ ഇത് പഠിക്കും, അങ്ങനെയല്ല, സിസ്റ്റമാറ്റിക്കായിട്ട് വേണം പഠിക്കാനായിട്ട്. അപ്പോൾ പ്ലാനിങ് നമുക്ക് അതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ പ്ലാനിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു ദിവസം കൊണ്ട് 10 പേജ് അല്ലെങ്കിൽ 3 പേജ് അല്ലെങ്കിൽ 5 പേജ് എത്രയാണോ അത്രയുമാണ് പഠിക്കേണ്ടതെങ്കിൽ അത് നിങ്ങൾ പഠിച്ചാൽ മതി. അത് വൃത്തിയായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. അല്ലാതെ കുറേ അവിടെ നിന്ന് പഠിച്ചു, കുറേ ഇവിടെ നിന്ന് പഠിച്ചു, ഒന്നും ഓർമ്മയില്ലാത്തൊരവസ്ഥയിലേക്ക് പോകാൻ പാടില്ല. ഇനി അടുത്തത്, നമ്മൾ മീൽ പ്ലാനിങ്ങിനെ കുറിച്ച് പറഞ്ഞു അല്ലേ, പ്ലാനിങ് ഫോർ മീൽ. അതിനാണ് നമ്മൾ ഒരാഴ്ചത്തേലത്തെ മീൽ പ്ലാനിങ് നടത്താം. ഒരാഴ്ച നമ്മൾ ഇന്ന ദിവസം തിങ്കളാഴ്ച എന്ത് വെക്കണം, ചൊവ്വാഴ്ച എന്ത് വെക്കണം, അങ്ങനെ ഒരാഴ്ചത്തേക്കുള്ള സാധനങ്ങൾ അതൊക്കെ മേടിച്ച് വയ്ക്കുക. അത് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് ഒക്കെ വയ്ക്കാവുന്നതാണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു. അതുപോലെ തന്നെയാണ് പ്ലാനിങ് ഫോർ സെൽഫ് ലവ്. നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മൾ സെൽഫ് ലവിന് വേണ്ടി പ്ലാനിങ് ചെയ്യണം. അതെങ്ങനെയാണ് ചെയ്യുക? ഇപ്പം ഞാൻ ആഴ്ചയിൽ ഇന്ന ദിവസം, ഞാൻ എല്ലാ ആഴ്ചയിലും ഇന്ന ദിവസം, അതായത് തിങ്കളാഴ്ച ദിവസം ഞാൻ എല്ലാ ആഴ്ചയും ഒരു ഫേസ് പാക്ക് ഇടും. അതെൻ്റെ സൗന്ദര്യത്തിന് വേണ്ടി, അല്ലെങ്കിൽ എൻ്റെ ഹെൽത്തിന് വേണ്ടിയാണ് അല്ലേ. അല്ലെങ്കിൽ മാസത്തിലൊരിക്കൽ, എല്ലാ മാസവും 2ാമത്തെ ശനിയാഴ്ച ഞാൻ ഹെന്ന ചെയ്യും, ബ്യൂട്ടി പാർലറിൽ പോയി തന്നെ ചെയ്യും എന്ന് ഞാൻ നിശ്ചയിക്കുകയാണെങ്കിൽ ഞാൻ കൃത്യമായിട്ടത് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഹെൽത്തിന് ബെനഫിറ്റ് ആവുന്ന ഇത്തരം കാര്യങ്ങൾ നമ്മൾ വീട്ടിൽ തന്നെ ചെയ്യാവുന്ന കാര്യങ്ങളായിരിക്കും. പക്ഷെ അത് നമ്മൾ എന്ത് ചെയ്യും, ബാക്കിയുള്ള ജോലികളുടെ ഇടയിൽ നമ്മളുടെ കാര്യം നമ്മൾ സ്വയം മറക്കും. അങ്ങനെ മറക്കാതെ കൃത്യമായിട്ട് അതിനൊരു പ്ലാനിങ്, ഒരു ടൈം ടേബിൾ ഉണ്ടെങ്കിൽ നമ്മളത് ഫോളോ ചെയ്യും. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് എൻ്റർടൈൻമെൻറ്റ്. PSC പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം എൻ്റർടൈൻമെൻറ്റ് സെഷൻ വളരെ കുറച്ചിട്ട് ആ സമയം കൂടി പഠിക്കാൻ യൂസ് ചെയ്ത്, കാരണം നമുക്ക് ജോലി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എൻ്റർടൈൻമെൻറ്റ്
പൂർണ്ണ മനസ്സോടുകൂടി ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ അതാണ് ഏറ്റവും നല്ലത്. എങ്കിൽ പോലും നമ്മുടെ മനസ്സിനെ റിഫ്രഷ് ആക്കാൻ വേണ്ടിയിട്ട് ചെറിയ എൻ്റർടൈൻമെൻറ്റ്സ് നമ്മൾ പഠിക്കുന്നതിൻ്റെ ചെറിയ ഇടവേളകൾ കൊടുത്തിട്ട് നമ്മൾ ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ പുസ്തകം വായിക്കുകയോ അല്ലെങ്കിൽ പടം വരയ്ക്കുകയോ നമുക്കിഷ്ടപ്പെട്ട എന്തെങ്കിലും ഒന്ന് ഏതെങ്കിലും ഒരു ടി വി പ്രോഗ്രാം അത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ കണ്ടിന്യൂസ് അതിരുന്ന് കാണരുത്. ആ ഒരു സമയം മാത്രം ഓക്കെ, അതിന് വേണ്ടി നമുക്ക് കൊടുക്കാവുന്നതാണ്, മൈൻഡ് ഒന്ന് റിഫ്രഷ് ആവാനായിട്ട്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട വേറൊന്നാണ് ബഡ്ജറ്റ് പ്ലാനിങ്. മിക്ക വീടുകളിലും സ്ത്രീകളാണ് ബഡ്ജറ്റ് പ്ലാനിങ് ചെയ്യാറുള്ളത്. ചില സ്ഥലങ്ങളിൽ ആണുങ്ങളാണ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് ബോധറിയേ വേണ്ട, അത് അവർ ചെയ്തോളും. നമ്മൾ നമ്മുടെ പഠനത്തിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാം. അല്ലാത്ത ആളുകളുണ്ടാവും, സ്ത്രീകൾ ചെയ്യുന്നവരുണ്ടാവും. അങ്ങനെയുള്ളവരാണെങ്കിൽ ബഡ്ജറ്റ് പ്ലാനിങ് ഇതേപോലെ നമ്മൾ ഒരു വർഷത്തേക്ക്, ഒരു മാസത്തേക്ക്, ഒരാഴ്ചത്തേക്ക് എന്നുള്ള രീതിയിൽ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് വെക്കണം. അങ്ങനെയാകുമ്പോൾ നമുക്ക് അനാവശ്യ ചിലവുകൾ ഒഴിവാക്കാനായിട്ട് പറ്റും. ഓക്കെ, ഒഴിവാക്കാൻ പറ്റുമെന്ന് മാത്രമല്ല, നമ്മൾ ചില സമയത്ത് സ്ത്രീകൾ ഈ പൈസ കൈകാര്യം ചെയ്യുന്ന സമയത്ത് വല്ലപ്പോഴൊക്കെ പുരുഷന്മാർ ചോദിക്കും, ആ പൈസ നീ എന്ത് ചെയ്തു എന്ന് ആലോചിക്കുമ്പോൾ നമ്മളിരുന്ന് ഇങ്ങനെ ആലോചിച്ച് നമ്മുടെ സമയം കളയും. പക്ഷെ നമുക്കൊരു വ്യക്തമായ പ്ലാനിങ്ങും ബഡ്ജറ്റ് പ്ലാനിങ്ങും അതുപോലെ അതിൻ്റെ കൃത്യമായ ഡീറ്റെയിൽസും നമ്മുടെ ബുക്കിലുണ്ടെങ്കിൽ ഒരാൾ കണക്ക് ചോദിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് അത് എടുത്തു കൊടുക്കാൻ നമുക്ക് പറ്റും. അപ്പം അതിനുവേണ്ടി വേറെ സമയമൊന്നും നമുക്ക് കളയേണ്ട കാര്യമില്ല. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ് മീൽ പ്ലാനിങ് ആൻഡ് പ്രിപ്പറേഷൻ ഫോർ എ വീക്ക്. ഒരാഴ്ചത്തേക്ക് ഒരു മാസത്തേക്കൊന്നും നമുക്ക് മീൽ പ്ലാനിങ് പ്രിപ്പറേഷൻസ് ചെയ്ത് വയ്ക്കാൻ പറ്റില്ല. കാരണം പച്ചക്കറികളൊക്കെ കേടായിപ്പോവും, ഫ്രഷ്നെസ് പോവും. പക്ഷെ ഒരു ആഴ്ചത്തേക്ക് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. ഇപ്പം നമ്മൾ സൺഡേ നമുക്ക് എല്ലാവർക്കും ഒഴിവായിരിക്കും. അപ്പം അന്നത്തെ ദിവസം നമുക്ക് വേണമെങ്കിൽ പ്ലാൻ ചെയ്തിട്ട് സാധനങ്ങളെല്ലാം മേടിച്ച് ഫ്രിഡ്ജിൽ കട്ട് ചെയ്തൊക്കെ സൂക്ഷിച്ച് വയ്ക്കാം. ഇത് നമ്മളെല്ലാം നമ്മൾ തന്നെ ചെയ്യണമെന്ന് വാശി പിടിക്കേണ്ട. നമ്മളെ വീട്ടിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഹസ്ബൻഡും മക്കളും അമ്മയൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ സഹായം നമുക്ക് തേടാം. ഒരു ഡിവിഷൻ ഓഫ് ലേബർ നമുക്ക് ചെയ്യാം. അതായത് എല്ലാ ദിവസവും വീട്ടിൽ ചെയ്യേണ്ട പല ജോലികളും പലർക്കായിട്ട് വിഭജിച്ച് കൊടുക്കാം. ഇപ്പോൾ ബെഡ് മേക്കിംഗ്, നമ്മൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മുടെ ബെഡൊക്കെ ക്ലീൻ ചെയ്ത് പുതപ്പൊക്കെ മടക്കി വയ്ക്കാനായിട്ട് നമുക്ക് നമ്മുടെ മക്കളെ ഏൽപ്പിക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ സാറ്റർഡേ സൺഡേ വരുന്ന സമയത്ത് ക്ലീനിങ്, ചില ഭാഗങ്ങൾ ഈസി ആയിട്ടുള്ള ചില ഭാഗങ്ങളൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് മക്കളെ ഏൽപ്പിക്കാം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്കൊരു ഡിവിഷൻ ഓഫ് ലേബർ വീട്ടിലെല്ലാവർക്കും കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ജോലിഭാരം കുറയാം. ഓക്കെ, ഈ മീൽ പ്ലാനിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ നമ്മുടെ ലൈഫിൽ. നമുക്ക് ഒരുപാട് ഈസിയാവും നമ്മളുടെ കാര്യങ്ങൾ. ഒരാഴ്ചത്തേക്ക് നമുക്ക് പിന്നെ ഒന്നും ആലോചിക്കേണ്ടി വരില്ല. ഒരാഴ്ചത്തിലേക്കുള്ള മീൽ പ്ലാനിങ് ചെയ്യുക. ഉച്ചയ്ക്ക് എന്ത് കഴിക്കണം, വൈകിട്ട് എന്ത് വെക്കണം, അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് എന്താവണം, ഇതൊക്കെ പ്ലാൻ ചെയ്ത് പ്രിപ്പറേഷൻസ് ചെയ്ത് വയ്ക്കുക. ഇപ്പോൾ ഉഴുന്ന് വെള്ളത്തിലിട്ട് വയ്ക്കുക, മാവ് അരച്ച് വയ്ക്കുക. അതുപോലെ പയർ, മുതിര, കടല ഇതൊക്കെ വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ട് അത് സോക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കതെടുത്ത് ഫ്രിഡ്ജിൽ ഓരോ ബോക്സിലായിട്ട് സൂക്ഷിച്ച് വയ്ക്കാം. അപ്പം നമുക്ക് ആവശ്യത്തിന് എടുത്തത് വേവിച്ചാൽ മാത്രം മതി. ഓക്കെ, അതേപോലെ വെജിറ്റബിൾസ് കട്ട് ചെയ്ത് വയ്ക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഉണ്ടാക്കി വയ്ക്കാം. അപ്പോൾ നമുക്ക് ആ കുക്ക് ചെയ്യുന്ന സമയത്ത് ഭയങ്കര ഈസി ആയിരിക്കും. അപ്പോൾ ഒരാഴ്ചയിൽ വേണ്ടി മാത്രം നമ്മൾ ചെയ്താൽ മതി. ഓക്കെ, അടുത്ത ആഴ്ചയിൽ നമുക്ക് വീണ്ടും ഇതേപോലെ കണ്ടിന്യൂ ചെയ്യാം. അതുപോലെ മീൽ പ്ലാനിങ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഫാമിലിയിൽ എല്ലാവരും ഒന്നിച്ചിരുത്തിയിട്ട് അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ കൂടി ഇതിൽ ഉൾപ്പെടുത്തിയാൽ ഈ വെജിറ്റബിൾ കട്ടിങ്ങിനും ഒക്കെ അവർ നമ്മുടെ കൂടെ കൂടും. ഓക്കെ, ഇനി അടുത്തത് ടൈം ടേബിൾ ഫോർ വാഷിംഗ് ആൻഡ് ക്ലീനിങ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബുദ്ധിമുട്ട് എനിക്കുള്ള കാര്യം ഈ ക്ലീനിങ്ങും വാഷിങ്ങും എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ അതിന് നമുക്കൊരു ടൈം ടേബിൾ വേണമെങ്കിൽ സെറ്റ് ചെയ്ത് വെക്കാം. രാവിലെ ഇത്ര മണിക്ക് ഞാൻ എന്നും വാഷിംഗ് ചെയ്യും, അല്ലെങ്കിൽ വൈകിട്ട് ഇത്ര മണിക്ക് വാഷിംഗ് ചെയ്യും, ക്ലീനിങ് ചെയ്യും എന്നൊക്കെ നമുക്ക് എഴുതി വയ്ക്കാം. അതിൽ
ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ജോലിക്ക് പോകുന്ന അമ്മമാരൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമ്മുടെ വീടിൻ്റെ എല്ലാ ഭാഗങ്ങളും ഒരു ദിവസം തന്നെ അടിച്ച് തുടച്ച് അറ്റ് എ ടൈം ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മൾ വളരെയധികം ടയേർഡാവും. പ്രത്യേകിച്ച് PSC ഒക്കെ പഠിക്കാനിരിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ ഒരു ദിവസം നമ്മൾ ഈ ക്ലീനിങ് ചെയ്യാനായിട്ട് നിന്നാൽ മൊത്തം വീടും അടിച്ച് തുടച്ച് ക്ലീനാക്കി വരുമ്പോഴത്തേക്കും പഠിക്കാനുള്ള സമയം അപ്പോഴത്തേക്കും ആവുണ്ടാവുള്ളൂ. പക്ഷെ നമ്മൾ വന്നിരിക്കുമ്പോഴത്തേക്കും ഒരുപാട് ടയേർഡാവും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യാറുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് മൺഡേ നമ്മൾ സിറ്റ് ഔട്ടും കാർ പോർച്ചും ഒക്കെ ക്ലീൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അന്നത് മാത്രമേ ചെയ്യുള്ളൂ. ട്യൂസ്ഡേ നമ്മൾ നമ്മുടെ ഹാള് ക്ലീൻ ചെയ്യുന്നു. വെനസ്ഡേ ഒരു റൂമും ബാത്റൂമും ക്ലീൻ ചെയ്യുന്നു. അങ്ങനെ ഓരോ ദിവസം ഓരോ ഭാഗം അടിച്ച് തുടച്ച് ഡീപ്പ് ക്ലീനിങ് ചെയ്യാം. ബാക്കി എല്ലാ ദിവസവും ജസ്റ്റ് നമ്മൾ അടിച്ച് ഇടാം. എല്ലാ ദിവസവും തുടയ്ക്കാനും ഇതൊന്നും നിങ്ങൾ നിൽക്കരുത്. നമ്മളങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ സമയം ഒരുപാട് പോകും. നമുക്ക് പഠിക്കാനുള്ള ഒരുപാട് സമയം നമ്മുടെ നഷ്ടപ്പെടും. ഓക്കെ, ഇപ്പോൾ വീട്ടിൽ വേറെ അമ്മയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെല്ലാം ചെയ്തോട്ടെ, നോ പ്രോബ്ലം. പക്ഷെ നമ്മൾ മാത്രം ഉള്ളൂ എങ്കിൽ, അല്ലെങ്കിൽ ഇതിനായിട്ട് നമ്മൾ ഒരുപാട് സമയം ചിലവഴിക്കാൻ പാടില്ല. പക്ഷേ വീട് ക്ലീൻ ആയിട്ടിരിക്കണമല്ലോ, അതിനുള്ളൊരു ടിപ്പാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അടിക്കുന്നത് നമ്മൾ എല്ലാ ദിവസവും അടിക്കാം. പക്ഷേ ഡീപ്പ് ക്ലീനിങ്, തുടയ്ക്കുക, മാറാല തട്ട, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം ഒരു ഭാഗം ചെയ്താൽ മതിയല്ലോ. അപ്പോൾ മൺഡേ നമ്മൾ ഇന്ന ഭാഗം ചെയ്യുക, ട്യൂസ്ഡേ അടുത്ത റൂം ചെയ്യുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഭാരം കുറയും. ഓക്കെ, ഇനി അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയൊരു ടിപ്പാണ് കേട്ടോ. എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു. ഈ തുണികൾ ഇങ്ങനെ കുറേ ഉണ്ടാവും, മടക്കി അലക്കി ഉണങ്ങിയ തുണികൾ മടക്കി തീരില്ല. അലക്കാനാണെങ്കിലും കുറേ ഉണ്ടാവും. അടുക്കളയിലാണെങ്കിൽ പാത്രങ്ങൾ ഒരുപാട് കഴുകാനുണ്ടാവും. ഇങ്ങനെ മെസ്സായിട്ട് എപ്പോഴും വൃത്തിയില്ലാതെ ഇരിക്കും. അതെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതിന് ഞാൻ കണ്ടുപിടിച്ച വഴിയാണ് നമ്മുടെ യൂട്യൂബ് ചാനലുകളിൽ മോട്ടിവേഷൻ ക്ലാസ്സസ് കണ്ടിട്ട് തന്നെ എനിക്ക് ഒരു വീഡിയോയിൽ നിന്ന് കിട്ടിയതാണ്. റെഡ്യൂസ് ദ നമ്പർ. അതായത് നമ്മളുടെ ഇപ്പോൾ കിച്ചണിലാണെങ്കിൽ കിച്ചണിലെ പാത്രങ്ങൾ വളരെയധികം കുറയ്ക്കുക. ഇപ്പോൾ എൻ്റെ വീട്ടിലാണെങ്കിൽ ഞാനും ഹസ്ബൻഡും മോനും മാത്രമാണുള്ളത്. അപ്പോൾ നമുക്ക് അത്യാവശ്യത്തിന് വേണ്ട പാത്രങ്ങൾ, ഡെയിലി നമ്മൾ യൂസ് ചെയ്യുന്ന പാത്രങ്ങൾ മാത്രം ഒരു റാക്കിൽ സൂക്ഷിക്കുക. ബാക്കിയുള്ളതൊക്കെ നമ്മൾ വേറെ കബോർഡിലേക്ക് മാറ്റി അടച്ച് വയ്ക്കുക. നമുക്ക് ആവശ്യമുള്ള പാത്രങ്ങൾ മാത്രം. അതായത് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന 3 പ്ലേറ്റ്, അതേപോലെ നമുക്ക് യൂസ് ചെയ്യേണ്ട ഒരു 4-5 സ്പൂൺസ്, അതുപോലെ നമ്മൾ കറിയൊക്കെ നമ്മൾ അറ്റ്ലീസ്റ്റ് 2 കറിയൊക്കെയാണ് ഏറ്റവും മാക്സിമം വെക്കുന്നത്. അവർ 3 കയ്യിൽ, അതായത് നമ്മളെ തവി എന്ന് പറയുന്നത്. അതുപോലെ അങ്ങനത്തെ ഗ്ലാസ്സുകൾ ഒരു 4 ഗ്ലാസ്, ഇതൊക്കെ മാത്രം നമ്മളെപ്പോഴും വയ്ക്കുക. ബാക്കിയെല്ലാം നമ്മൾ അടച്ചെടുത്ത് വയ്ക്കുക. ഗസ്റ്റൊക്കെ വരുമ്പോൾ മാത്രം എടുത്താൽ മതി. ഇത്ര പാത്രങ്ങൾ. അതുപോലെ നമുക്ക് ചോറ് വയ്ക്കാനുള്ളൊരു പാത്രം, കറി വയ്ക്കാനുള്ള 2 പാത്രം, ചീനച്ചട്ടി ഉൾപ്പെടെയുള്ള കുറച്ച് പാത്രങ്ങൾ, ഇത്രയും മാത്രം മതി. ബാക്കി ചായ വയ്ക്കാനുള്ള പാത്രം, അങ്ങനെ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന പാത്രങ്ങൾ മാത്രം ഒരു റാക്കിൽ സൂക്ഷിക്കുക. അത് മാത്രം നമ്മളെപ്പോഴും എടുക്കുക, ഉപയോഗിക്കുക. ഇപ്പോൾ കുറേ പാത്രങ്ങൾ കിച്ചണിലുണ്ടെങ്കിൽ എന്താ പ്രശ്നം എന്നറിയോ? ഇപ്പം നമ്മളൊരു കറി വെച്ചു, നമ്മൾ ആ പാത്രം കഴുകിയിട്ടുണ്ടാവില്ല, മടി പിടിച്ചവിടെ വെച്ചേക്കായിരിക്കും. അപ്പോൾ വേറെ എന്തെങ്കിലും വയ്ക്കാൻ ഉപയോഗിക്കുമ്പോൾ വേറെ പാത്രം എടുക്കും, അതും നമ്മളവിടെ വെച്ച് വേറെ എടുക്കും. അങ്ങനെ രാത്രി ആകുമ്പോഴത്തേക്ക് ഒരുപാട് പാത്രങ്ങൾ നമുക്ക് കിച്ചണിലിങ്ങനെ വൃത്തിയില്ലാതെ എടുക്കും. നമ്മളതെല്ലാം കഴുകേണ്ടി വരും. വളരെ ബുദ്ധിമുട്ടാണ്. അതേസമയം നമുക്ക് ആവശ്യത്തിനുള്ള പാത്രങ്ങൾ മാത്രമേ നമ്മൾ പുറത്ത് വെച്ചിട്ടുള്ളൂ എങ്കിൽ നമ്മൾ അത് പെട്ടെന്ന് തന്നെ ഉപയോഗിച്ച് കഴിയുമ്പോൾ കഴുകി വയ്ക്കും നമുക്ക്. കാരണം അടുത്ത പ്രാവശ്യം എടുക്കേണ്ടതാണ് എന്നുള്ളത് കൊണ്ട്. അപ്പം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ മിനിമൈസ് ദ യൂസ് ഓഫ് ഡ്രസ്സ്. നമ്മൾ ഡ്രസ്സ് ഇങ്ങനെ ഒരുപാട് ഉണ്ടാവും, എല്ലാവർക്കും ഉണ്ടാവും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഡ്രസ്സിനൊന്നും ആർക്കും വലിയ പഞ്ഞമില്ല. അതുകൊണ്ട് ഡ്രസ്സൊക്കെ ഒരുപാടുണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കിട്ടുന്ന ഡ്രസ്സ് ഇങ്ങനെ അലമാരിയിൽ നിന്ന് ഇടുന്നു അല്ലേ? അതിന് പകരം നമ്മൾ ഡ്രസ്സിൻ്റെ യൂസ് കുറയ്ക്കുക എന്ന് പറയുമ്പോൾ ഉള്ള ഡ്രസ്സൊക്കെ എടുത്ത് കളയാമെന്നല്ല പറയുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ ജോലിക്ക് പോകുന്ന ആളുകളാണെങ്കിൽ ജോലിക്ക് പോകുന്ന സമയത്ത് ഇടാൻ വേണ്ടിയുള്ള ഡ്രസ്സ് മാത്രം ഒരു റാക്കിൽ വയ്ക്കാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് 4-5 ഡ്രസ്സ് അല്ലെങ്കിൽ 5-6 ഡ്രസ്സ് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആഴ്ചയിൽ അത് മാറി എടുക്കാം. പിന്നത്തെ ആഴ്ചയിൽ അത് വീണ്ടും നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നു, അങ്ങനെ. ഓക്കെ, അതുപോലെ നമ്മൾ വേറെ ഏതെങ്കിലും വീട്ടിലിടാനുള്ള ഡ്രസ്സുകൾ മാത്രം ഒരു റാക്കിൽ വയ്ക്കുക.
ഓക്കെ, അപ്പോൾ അത് 3-4 ഡ്രസ്സാണെങ്കിൽ അത് നമ്മൾ എല്ലാ ദിവസവും എടുക്കുന്നു, കഴുകുന്നു, അങ്ങനെ വീണ്ടും വീണ്ടും യൂസ് ചെയ്യുക. അല്ലാതെ 10-15 ഡ്രസ്സ് ഒരുമിച്ച് വെച്ചിട്ട് ആവശ്യത്തിന് ഇടാനാവുമ്പോൾ ഒരു ഓർഡർ ഇല്ലാത്തതുപോലെയോ. പിന്നെ 4-5 ഡ്രസ്സ് നമ്മൾ വീട്ടിലിടുന്നത് മാറി മാറി ഇട്ട് അത് ചീത്തയാകുമ്പോൾ മാത്രം വേറെ ഉപയോഗിക്കാം. അങ്ങനെ ഡ്രസ്സിൻ്റെ യൂസേജ് കുറയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഇതേപോലെ വാഷ് ചെയ്യാനൊന്നും ബുദ്ധിമുട്ട് നേരിടേണ്ടി വരില്ല. മാത്രമല്ല നല്ല വൃത്തിയായിട്ട് നമ്മുടെ കബോർഡൊക്കെ ഇരിക്കുകയും ചെയ്യും. ഇനി പലർക്കും ഉള്ളൊരു പ്രശ്നമാണ്, നമ്മുടെ വീട്ടിൽ നമ്മൾ പഠിക്കാനിരിക്കുമ്പോഴായിരിക്കും അവിടെയൊക്കെ പൊടി ഇവിടെയൊക്കെ പൊടി, അപ്പോൾ വീണ്ടും നമ്മൾ ക്ലീൻ ചെയ്യാൻ തുടങ്ങും നമ്മുടെ വീട്. അപ്പോൾ പലപ്പോഴും നമ്മൾ കുറേ ഡെക്കറേറ്റീവ് ഐറ്റംസൊക്കെ നമ്മുടെ വീട്ടിൽ മേടിച്ച് വയ്ക്കും. അപ്പോൾ ഇതിന്മേലെല്ലാം പൊടി പിടിക്കും. അപ്പോൾ നമ്മളിതൊക്കെ ക്ലീൻ ചെയ്യേണ്ടി വരും. പൊടി പിടിച്ച് കാണുമ്പോൾ നമ്മൾ വെറുതെ ഇരിക്കില്ലല്ലോ, നമ്മൾ ക്ലീൻ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ പഠിക്കുന്ന സമയമാണ് അതിന് പോവുക. അപ്പോൾ നമ്മൾ ഡെക്കറേറ്റീവ് ഐറ്റംസ് ആവശ്യത്തിന് മാത്രം വയ്ക്കുക, ബാക്കി ഡെക്കറേറ്റീവ് ഐറ്റംസൊക്കെ എടുത്ത് മാറ്റുക. കാരണം നമുക്ക് അതിനെ ക്ലീൻ ചെയ്യാനുള്ളൊരു സമയം കൂടി നമുക്ക് നഷ്ടപ്പെട്ട് പോകരുത്. നമ്മുടെ വീട്ടിൽ അത്യാവശ്യത്തിന് വേണ്ട സാധനങ്ങൾ മാത്രം വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ ഇതൊക്കെ നമ്മുടെ പഠനവുമായി എന്താണ് ബന്ധം എന്ന് ചിന്തിച്ചാൽ, നമ്മളുടെ പഠനത്തിന് നമുക്ക് വേണ്ടത് സമയമാണ്. ഇത്തരം കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് സമയം ലാഭിക്കാനും ആ സമയം കൂടെ നമ്മുടെ പഠനത്തിന് വേണ്ടി യൂസ് ചെയ്യാനും സാധിക്കും. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ഒരുപാട് പേര് എപ്പോഴും പറയുന്ന കംപ്ലൈൻറ്റാണ്, നമ്മൾ എത്ര ഒതുക്കി വെച്ചാലും വീട് അങ്ങനെ ഒതുങ്ങി കിടക്കില്ല. അതുകൊണ്ട് ഡെയിലി നമ്മൾ ഈ ഒതുക്കാനും പിടിക്കാനും ഒരുപാട് സമയം ചിലവഴിക്കുന്നു. ആ സമയം പഠിക്കാൻ ഉപയോഗിച്ചിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം അതിനൊരു സൊല്യൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എന്ത് സാധനം നമ്മൾ എടുത്താലും അത് തിരിച്ച് വെക്കാനായിട്ടൊരു പ്രോപ്പർ പ്ലേസ് ഉണ്ടായിരിക്കണം. അതായത് നമ്മുടെ വീട്ടിലിപ്പോൾ നമ്മൾ ഗ്ലാസ്സുകളൊക്കെ ഒരു സ്ഥലത്താണ്. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ 4 ഗ്ലാസ്സാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടതെങ്കിൽ ആ 4 ഗ്ലാസ് മാത്രം പുറത്ത് വയ്ക്കുക. ഗ്ലാസ്സിനൊരു റാക്ക് ഉണ്ടെന്ന് വിചാരിക്കുക. 6 ഗ്ലാസ് എടുത്താലും ആ റാക്കിൽ വെക്കണം എന്ന് വീട്ടിലുള്ളവരെ ബോധ്യപ്പെടുത്തണം. അതായത് പലർക്കും ഒരു സാധനം എടുത്താൽ അത് വെക്കാം, പിന്നെ ഒരു സ്ഥലം കാണുന്നില്ല, അപ്പോൾ അവിടെ ഇവിടെയൊക്കെ കൊണ്ടിടും. അപ്പോൾ നമ്മൾ തന്നെ വീണ്ടും ഇത് അടക്കി പറക്കി വെച്ച് സമയം കളയേണ്ടതായിട്ട് വരും. അതുകൊണ്ട് മിനിമലൈസ് ചെയ്യുക. മിനിമം സാധനങ്ങൾ മാത്രം നമ്മൾ എപ്പോഴും റാക്കിൽ കീപ്പ് ചെയ്യുക. അതെവിടെ വെക്കണം എന്ന് വീട്ടിലുള്ള എല്ലാവരെയും ബോധ്യപ്പെടുത്താം. അതുപോലെ തന്നെ നമ്മൾ ഡ്രസ്സ് അടക്കി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികളുടെ ഡ്രസ്സൊക്കെ നമ്മൾ സെപ്പറേറ്റ് റാക്കിൽ വെക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അത് കുട്ടികൾക്ക് തന്നെ പറഞ്ഞു കൊടുക്കുക. നിങ്ങൾ ഇവിടെ നിന്ന് ഡ്രസ്സ് എടുക്കുകയാണെങ്കിൽ അത് തിരിച്ച് കഴുകി നമ്മൾ ഉണക്കി വെക്കുകയാണെങ്കിൽ അവരുടെ ഡ്രസ്സ് അവരോട് മടക്കി അതിൽ വെക്കാനായിട്ട് ആവശ്യപ്പെടാം. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കുറേ സമയം നമുക്ക് ലാഭിക്കാൻ സാധിക്കും. ഇതിൽ ഞാൻ അവസാനം പറഞ്ഞ ടിപ്പുണ്ടല്ലോ, റെഡ്യൂസ് ദ നമ്പർ, അതായത് മിനിമൈസ് ചെയ്യുക നമ്മുടെ ഡ്രസ്സിൻ്റെ എണ്ണം, നമ്മുടെ കിച്ചൺ വെസൽസിൻ്റെ എണ്ണം. ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻറ്റും വളരെ യൂസ്ഫുള്ളുമാണ് കേട്ടോ. എനിക്ക് ഒരുപാട് യൂസ്ഫുള്ളായിട്ട് തോന്നി. ഞാൻ ഇതേപോലെ ഒരുപാട് ഭക്ഷണ സാധനങ്ങൾ വെക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് വെസൽസ് പുറത്ത് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അതൊക്കെ മെസ്സായിട്ട് ഇങ്ങനെ അടുക്കളയിൽ കിടക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഞാനതെല്ലാം കുറച്ചു. അപ്പോൾ എനിക്കത് വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ടിപ്പായിട്ട് തോന്നി, നിങ്ങളുമായി ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് അത് പറഞ്ഞത്. അപ്പോൾ ഇത്രയും കുറച്ച് കാര്യങ്ങൾ നമ്മൾ 2025 വേണ്ടി ശ്രദ്ധിച്ച് പ്രിപ്പയർ ചെയ്ത് പ്ലാൻ ചെയ്താൽ 2025 വിൽ ബി എ വെരി ഗുഡ് ഇയർ ഫോർ അസ്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് അത് ഹെൽപ്പാവും. നമുക്ക് സിസ്റ്റമാറ്റിക്കായിട്ടൊരു ലൈഫ് ലീഡ് ചെയ്യാൻ സാധിച്ചാൽ നമ്മുടെ പഠനത്തിലും നമ്മളുടെ ഇൻഡിവിജ്വാലിറ്റിയിലും ഒക്കെ ഒരുപാട് മാറ്റങ്ങൾ വരും. നമുക്കൊരുപാട് സന്തോഷം അത് നൽകും, സാറ്റിസ്ഫാക്ഷൻ നൽകും. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി കുറച്ചധികം PSC പഠന ടിപ്സും ട്രിക്സൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരും. അതുവരേക്കും താങ്ക് യു.